കണ്ണൂരിൽ UDFന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരും. മത്സരിക്കാനില്ലെന്നറിയിച്ചതിന് പിന്നാലെ കെ സുധാകരൻ KPCC ജനറൽ സെക്രട്ടറി കെ ജയന്തിന്റെ പേര് ഹൈക്കമാൻഡിനോട് നിർദ്ദേശിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദാണ് പട്ടികയിലെ മറ്റൊരാൾ. ഹൈക്കമാൻഡ് തീരുമാനം നിർണായകമാകും. അതേസമയം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ MV ജയരാജനെ തോൽപ്പിക്കാൻ കെ സുധാകരന്റെ അത്ര ശക്തനായ സ്ഥാനാർത്ഥിയെ ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ MP. സാധാരണ രീതിയിൽ KPC പ്രസിഡന്റുമാർ മത്സരിച്ചിട്ടുണ്ട്, മാറി നിന്നിട്ടുണ്ട്. സുധാകരന് മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനം ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോഴധികം തീരുമാനം എടുത്തിട്ടുള്ളത് മത്സരരംഗത്ത് മാറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, UDFന് വേണ്ടി. സുധാകരന് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. പിന്നെ MV ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല, അത് കുറെ കൂടെ എളുപ്പമാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, സുധാകരൻ മത്സരിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ മറ്റ് തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇടയുള്ളത് തന്നെയല്ലേ? വേണു, KPCC അധ്യക്ഷൻ കെ സുധാകരനോട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സംസ്ഥാനത്തെ നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം അറിയിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. സമരാഗ്നി തിരുവനന്തപുരത്താണ്. നേതാക്കൾ എല്ലാവരും അവിടെയാണ് ഉള്ളത്. ഇന്നലെ രാത്രി വൈകിയും നേതാക്കൾ തമ്മിൽ മാരത്തോൺ ചർച്ച നടന്നു. കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ അസൗകര്യം അല്ലെങ്കിൽ തനിക്ക് മത്സരരംഗത്ത് ഇറങ്ങാൻ താല്പര്യമില്ല എന്ന അഭിപ്രായം ആവർത്തിക്കുകയാണ് ചെയ്തത്. നേരത്തെ ഹൈക്കമാൻഡ് സർവേയിലടക്കം കണ്ണൂരിൽ സിറ്റിംഗ് MP തന്നെ കെ സുധാകരൻ തന്നെ മത്സരിക്കുന്നതാണ് വിജയിക്കുന്നതിന് ഏറ്റവും സഹായകരമാവുക. അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ മത്സരിക്കാൻ നിർദ്ദേശിക്കുന്ന തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, കണ്ണൂർ MP സ്ഥാനവും KPCC അധ്യക്ഷ പദവിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. മറ്റൊന്ന് ആരോഗ്യ പ്രശ്നമാണ്. പക്ഷേ അതിനും അപ്പുറത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനകത്തെ സംഘടനാ രംഗത്ത് സംഭവിച്ചേക്കാൻ പോകുന്ന മാറ്റങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ സുധാകരൻ ഈ തീരുമാനം അറിയിച്ചത്. ഒപ്പം ഒരു കാര്യം അദ്ദേഹം പ്രധാനമായും നേതാക്കളുടെ മുൻപിൽ വെച്ചത് അഡ്വക്കേറ്റ് കെ ജയന്തിന്റെ പേരാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറിയാണ്, കെ സുധാകരന്റെ വിശ്വസ്തനാണ്, അദ്ദേഹത്തിന് ഈ സീറ്റ് നൽകണം എന്ന ആവശ്യമാണ്. അതിന്മേൽ ചില എതിർപ്പുകൾ സംഘടനയ്ക്കകത്ത് ഇതിനകം ഉയർന്നിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കെ സുധാകരന്റെ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടേക്കും എന്നതാണ്. പക്ഷേ ഇതിലെല്ലാം അന്തിമമായും ഹൈക്കമാൻഡ് തീരുമാനം തന്നെയാകും നിർണായകമാവുക. അങ്ങനെ ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നതോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന്റെ പേര് കൂടി ഉൾപ്പെടുത്തി കെ സുധാകരൻ നിർദ്ദേശിച്ച കെ ജയന്തിന്റെ പേരുമടക്കം ഒരു പട്ടിക തയ്യാറാക്കുക, അത് ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുക എന്നതാണ്. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. ഇപ്പോൾ ഈ കണ്ണൂരിന്റെ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം ഉണ്ടാവുക വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. കാരണം സാമുദായിക സമവാക്യം പാലിക്കണം. ആലപ്പുഴ, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായൊരു ചിത്രം തെളിയണമെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് മറ്റേതെങ്കിലും പേര് നിർദ്ദേശിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിക്ക് പ്രാതിനിധ്യം ലഭ്യമാകണം. അതനുസരിച്ച് ആ തീരുമാനം എങ്ങനെയാണോ അതാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബാധകമാവുക. അതായത് മൈനോറിറ്റി സ്ഥാനാർത്ഥി വരണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അബ്ദുൾ റഷീദിന് നറുക്ക് വീഴും. അതല്ലെങ്കിൽ ഈ സമയം ഉടനീളം KPCC അധ്യക്ഷൻ ഉറച്ച നിലപാട് ജയന്തിന് വേണ്ടി സ്വീകരിക്കുകയാണ്. ഏതായാലും പകരക്കാരൻ എന്ന നിലയ്ക്ക് തന്നെ ജയന്തിന്റെ പേര് നിർദ്ദേശിച്ചു. ജയന്തിന് അനുകൂലമായി കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം ജില്ലയിൽ നിന്നുള്ള നേതാവല്ല ജയന്ത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 ഈഴവ സ്ഥാനാർത്ഥികളുടെയെങ്കിലും പ്രാതിനിധ്യം ലിസ്റ്റിൽ ഉണ്ടാകണം എന്ന ആവശ്യം ഒരു വിഭാഗം നേരത്തെ തന്നെ നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അഭിപ്രായം പറഞ്ഞതാണ്. തെക്ക് അടൂർ പ്രകാശ് ഉണ്ട്, പക്ഷേ വടക്കോട്ട് വരുമ്പോൾ ഒരു പ്രാതിനിധ്യം കൂടി ഉണ്ടാകണം എന്നൊരാവശ്യം കൂടിയുണ്ട്. അത് കെ സുധാകരന്റെ കാര്യത്തിലാണെങ്കിൽ അത് നടക്കും. ജയന്തിന്റെ കാര്യത്തിലും സമാനമായി തന്നെ അത് തന്നെയാവും ഉണ്ടാവുക. ആ ഒരു സമവാക്യം കൂടി ഇക്കാര്യത്തിൽ ബാധകമാണ്. അതേസമയം കണ്ണൂരിൽ നിന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് മത്സര രംഗത്തുള്ളത്. ജില്ലയിൽ തന്നെയുള്ള നേതാവ് അതല്ലെങ്കിൽ കെ സുധാകരൻ തന്നെ മത്സര രംഗത്ത് ഇറങ്ങുന്നത് സീറ്റ് ഉറപ്പിച്ചു നിർത്താൻ കഴിയും, അതല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ നേരിടും എന്ന വിമർശനമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളും എതിരഭിപ്രായങ്ങളും ഉള്ള പശ്ചാത്തലത്തിലാണ് അന്തിമമായി സ്ക്രീനിംഗ് കമ്മിറ്റി പ്രാഥമികമായി പട്ടിക തയ്യാറാക്കും. അതിനുശേഷം അത് ഡൽഹിയിലേക്ക് എത്തും. അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനം തന്നെയാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക. കെ സുധാകരൻ പല കാരണങ്ങൾ, ഒന്ന്, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പദവികൾ ഒരേ സമയം പക്ഷേ ഇനിയിപ്പോൾ ഇലക്ഷന് ശേഷം ഒരു പദവിയിൽ തന്നെ കാര്യങ്ങൾ ഉറച്ച് എത്തിക്കാനുള്ളൊരു തീരുമാനമാണ്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടക്കം പേര് KPCC അധ്യക്ഷ പദവിയിലേക്ക് നിർദ്ദേശിക്കുന്ന ചർച്ചകളടക്കം നടന്നിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് സുധാകരന്റെ നീക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ മത്സരിക്കില്ല എന്നുറപ്പാകുന്നു. സജോ ദേവസിയാണ് വിശദ